guys, welcome back to my channel. നമ്മളിന്ന് ടുഡേ വിൽ മേക്കിംഗ് പിസ്സ മേക്കിംഗ് ആണ് ഇന്ന് മേക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്നൊരു പിസ്സന്റെ വീഡിയോ ആയിട്ടാണ് വന്നത്. നമ്മൾ ഓവണൊന്നും ഇല്ലാണ്ട് ഇപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാം കൈനെ കൊണ്ട് തന്നെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനെന്താ ആദ്യം വേണ്ടേ നമുക്ക്? ആദ്യം പാത്രം. അപ്പൊ അത് ആദ്യം 2 സ്പൂണ് ഈസ്റ്റ് ഇൻസ്റ്റന്റ് ഈസ്റ്റ് 2 സ്പൂണ് എടുക്കാം. അതിലേക്ക് ഒരു നല്ല നമ്മളിത് ഇങ്ങനെ കൈ ഇങ്ങനെ കുത്തുന്ന ആ പാകത്തിലുള്ള ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കലക്കാം, മിക്സ് ആക്കാം. അപ്പം ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചാൽ നല്ലോണം ഈസ്റ്റെല്ലാം നല്ലോണം കുതിർന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് പൊടി കഴിക്കാം. അപ്പം ഞാൻ 500 അത്രയുള്ള പൊടിൻ്റെ കണക്കിനാണ് ഞാനിപ്പോൾ ഇവിടെ പിസ്സ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ ഈസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളെ ഇനിയിപ്പോൾ ഒന്ന് പിസ്സൻ്റെ ഈ മൈദ ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. അതിനായിതാ ഇവിടെ ഇപ്പോൾ ഈസ്റ്റ് കുതിർത്താൻ വെച്ച് നല്ല ഇതായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇതിലേക്ക് ഈ മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് കണക്കായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് 1 സ്പൂണിൻ്റെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ഈ എണ്ണയും ഈ ഈസ്റ്റും എല്ലാം കൂടി നമ്മൾ ഈ പൊടിയൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചത് ഇതൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. എല്ലായിടത്തും ആണ്ടി വരും. അപ്പം നമുക്ക് ഇതൊന്ന് വെള്ളം ഒഴിച്ച് ചെറിയ ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് ശേഷം ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് ലൂസിൽ വേണം ഇത് നമ്മൾ കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളെ പൊടി ഇവിടെ നല്ലോണം ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്ന് ലേശം ഒന്ന് സൺഫ്ലവർ ഓയിലൊന്ന് കുറച്ചൊന്ന് നല്ലോണം പുരട്ടി വെച്ചു. ഈ പൊടിയൊന്ന് നല്ലോണം ഈ സൺഫ്ലവർ ഓയിലൊന്ന് പുരട്ടി വെച്ചിട്ടൊന്ന് നമുക്കൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം നമ്മളെ പിസ്സക്ക് വേണ്ട ചിക്കൻ ഞാനിതാ ചെറിയ കട്ടായിട്ട് നല്ലോണം കഴുകി വെച്ചതാ. ഇത് നമുക്ക് നല്ലോണം മുളകെല്ലാം തേച്ച് പൊരിക്കാനുള്ള ഇത് നോക്കാം. അപ്പം അതിന് വേണ്ടി 1 സ്പൂണ് നല്ല മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവുള്ള മുളക് പൊടി തന്നെ. 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ സ്പൂൺ എടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇത് നല്ലോണം മിക്സിയിലിട്ട് അരച്ച് അതും ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കാം. ഒരു സ്പൂണ് ചെറിയ ജീരകം എല്ലാം പൊടിച്ചിട്ടുള്ള മസാല ഇതും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു സ്പൂണ് സുർക്ക ഒഴിച്ച് കൊടുക്കാം. ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്താൽ മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒലിവ് ഓയിലില്ല, അതാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്ത്
പിന്നെ നോക്കുന്ന ഒലിവ് ഓയിൽ ഏറ്റവും നല്ല ടേസ്റ്റ് പിസക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തത്. പിന്നെ ഈ വീഡിയോ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. വീഡിയോ എല്ലാം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇപ്പം നല്ലോണം ഒന്ന് ഈ ഇറച്ചി നല്ലോണം ഒന്ന് ഫുള്ള് ഈ മുളക് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ ഒന്ന് ഇനി പൊരിച്ചെടുക്കാം. അതിനിവിടെ ഞാനൊരു ഫ്രൈ പാൻ ഇതാ ഗ്യാസ് മേൽ വെച്ചിട്ടുണ്ട്. അതിലൊരു കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഒന്ന് നല്ലോണം ഒന്ന് പൊരിഞ്ഞ് വെക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഇതാ നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തീ ഓഫാക്കാം. നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ പൊടി നല്ലോണം ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാ നല്ലോണം പൊന്തി വന്ന്. പിന്നെ ഇത് നമുക്കൊന്ന് ഇതിലേക്ക് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കാം. അപ്പം അതിന് പാത്രത്തിലാണ് ഞാനിപ്പോൾ ഇത് പരത്തി വെക്കുന്നത് പിസ്സ. അപ്പോൾ ഇതൊന്ന് ഒരു എണ്ണ ഒഴിച്ചിട്ടൊന്ന് ഫുള്ളും എല്ലായിടത്തൊന്ന് പരട്ടി കൊടുക്കാം. അപ്പോൾ ഒന്ന് ശേഷം ഒന്ന് ഈ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് എല്ലായിടത്തൊന്ന് നല്ലോണം പാത്രം ഒന്ന് നല്ലൊന്ന് നമ്മളൊന്ന് പുരട്ടി കൊടുക്കാം. നമ്മളിതാ കുഴച്ച് വെച്ച പൊടി നല്ലോണം പൊങ്ങി വന്നതാ. നമുക്കിതൊന്ന് എടുക്കാം. കുറച്ച് ഒന്നിട്ട് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കാം. ഒരേപോലെ എല്ലായിടത്തും ഒരേ ഇത് കട്ടി തന്നെ ഇടാൻ പറ്റൂ. അപ്പോൾ അതേപോലെ തന്നെ എല്ലായിടത്തും ഒന്ന് ഇവിടെ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ഒന്ന് കയറ്റി ഒന്ന് നമുക്കിതൊന്ന് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കാം. ഒന്ന് പൊടിയൊന്ന് ലേശം മേലോട്ടൊക്കെ ഇങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് പിസ്സൻ്റെ സോസും അതെല്ലാം ഇതിലിട്ട് കൊടുക്കുന്ന ഒരു അങ്ങ് ഇതായി പോവില്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് ഒലിച്ച് പോവില്ല. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ പരത്തിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ടൂപ്പിക്കോ ഉള്ളിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഓരോരോ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ കുത്തി ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ എല്ലായിടത്തൊന്ന് നല്ലോണം ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ഇവളിപ്പോൾ ഇതാ ഞാൻ പിസ്സ സോസ് ഇപ്പം ഞാൻ വാങ്ങിയതായത്. അപ്പോൾ ഇതേ ഈ സോസ് തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം. അപ്പം ഞാനിത് വാങ്ങിയതാ. ഇതൊന്ന് ഇതിലേക്ക് നല്ലോണം ഒന്ന് പരട്ടി കൊടുക്കാം. എല്ലായിടത്തും ഒരേ ഇല്ല നമുക്ക് സോസ് ഒന്ന് നല്ലോണം ഇതിൻ്റെ നമുക്ക് മൊസറല്ല ചീസൊന്ന് ഓരോരോ ചെറിയ പീസായിട്ട് വെച്ച് കൊടുക്കാം. ശേഷം ഇതേപോലെ തന്നെ ഓരോരോ പീസായിട്ട് ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം.
എല്ലായിടത്തും ഒരേ ഇതിൽ തന്നെ വെച്ച് കൊടുക്കുക. തന്നെ ഉള്ളിയും ഓരോരു ഇതായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എല്ലായിടത്തും ഇതേപോലെ തന്നെ. പിന്നെ ഇതിലേക്ക് നമ്മളിതാ പൊരിച്ച് വെച്ച ഇറച്ചി ഓരോരു ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതിൻ്റെ മെയിനായിട്ടുള്ള സാധനമാണ് ഒറിഗാനോ. അപ്പോൾ ഇത് പിസക്ക് എന്തായാലും ഇത് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നൊരു സാധനമാണ് ഒറിഗാനോ. ഇതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല നമ്മൾ കൈൻ്റെ അടിയിലിട്ടൊന്ന് നല്ലോണം ഒന്ന് ഒരച്ചിട്ട് ഇട്ട് കൊടുക്കാം. അധികം ചില ആൾക്കാർക്ക് ഇതിൻ്റെ ചോയ നല്ല ഇഷ്ടമാണ്, ചില ആൾക്ക് ഇത്ര ഇഷ്ടമല്ല. അപ്പം അതൊന്ന് ഇട്ട് നോക്കാം. ഇനി നമുക്ക് ഇതിനിപ്പോൾ ഗ്യാസ് കത്തിച്ച് ഇപ്പോൾ അടുപ്പിൽ വെക്കാം. ചീസ് വെക്കേണ്ടതുണ്ട് അല്ലേ, സോറി. അപ്പോൾ ഈ ചീസൊന്ന് അതും ഇതിൻ്റെ മേലെ ഒന്ന് ചുരണ്ടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ ഫുള്ള് ചീസ് ഇട്ട് കൊടുക്കാം. മുസറല്ല ചീസാണ് നമ്മളിതിൽ ഒരു ഇട്ട് കൊടുക്കുന്നത്. ചീസ് ഇവിടെ നല്ല സെറ്റായിട്ടുണ്ട്. ഇപ്പം മേലെ മുസറല്ല ചീസെല്ലാം നല്ലോണം ഒരുതി എല്ലാം ഇട്ട് കൊടുത്തെല്ലാം സെറ്റാക്കി. ഇതിന് നമുക്ക് പിന്നെ ഇത് അടുപ്പിലേക്ക് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചൊന്ന് നമുക്കിത് പിന്നെ വേവിച്ചെടുക്കാം. അതിനാണ് ഞാനിതാ ഒരു ഉപയോഗിക്കാത്ത ഫ്രൈ പാൻ ഈ ചപ്പാത്തി കല്ല് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഇതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലോണം മൂടി കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഇതുള്ള മൂടി തന്നെ വെക്കണം. ആവിയൊന്നും പുറത്ത് പോകാൻ പോകരുത്. എന്നിട്ട് വേണം ഇത് നല്ലോണം ഒന്ന് വെന്ത് വരെ. ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് ഇത് ഗ്യാസിൻ്റെ മുകളിൽ വെക്കാം. അപ്പം നമ്മളെ പിസ്സ ഒന്ന് തുറന്ന് നോക്കാം, വെന്തോ ഇല്ലേ എന്ന് നോക്കാം. അപ്പം 20 മിനിറ്റായി. ഇപ്പോൾ ഇതാ നല്ല നമ്മൾ പിസ്സ ഇതാ റെഡിയായി. ചീസെല്ലാം നല്ലോണം ഉരുകി വന്നതാണ്, വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് തീ ഓഫാക്കി പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മളിതാ നമ്മളെ പിസ്സ ഇത് റെഡിയായെന്നാണ്, വെന്ത് വന്നിട്ട് അത് ഞാൻ പ്ലേറ്റിൽ മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കാം, കുട്ടികൾക്കെല്ലാം കൊടുക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.